ഹായ്, വെൽക്കം ടു യുവർ ചാനൽ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ചിക്കൻ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി കഴുകി വെച്ച് ഒരു 1/2 kg ചിക്കൻ എടുക്കുക. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുത്തത്. അതിന് മുന്നേ അതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഞാൻ ടാറ്റയുടെ ഹിമാലയൻ സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഉപ്പിന് ഒരു ഓറഞ്ച് കളർ വരുന്നത്. ഇനി ഇതിൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി എടുക്കുക. അത് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ശേഷം ഒരു 3-4 വറ്റൽമുളകിൻ്റെ ചില്ലി ഫ്ലെക്സ് എടുക്കുക. എരിവോ ഉപ്പും നിങ്ങൾ ആവശ്യമനുസരിച്ച് ചേർത്താൽ മതി. ഈ ഒരു ടൈമിൽ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ചിക്കൻ വേവിച്ച ആ ഒരു വെള്ളം നിങ്ങൾ മാറ്റി വെച്ചേക്കണം, അത് പിന്നീട് ആവശ്യമുണ്ട്. ഇതിൽ നിന്ന് ആ ചിക്കൻ എടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സോ അതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. പിന്നീട് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. ഇനി അതിലേക്ക് മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ചേർക്കുക. അതും 1 സ്പൂൺ ചേർത്താൽ മതി. കുരുമുളക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇതിൽ. ഞാൻ ഈ ഒരു ബ്രാൻഡിനെയാണ് കോൺ സ്റ്റാർച്ച് യൂസ് ചെയ്യുന്നത്. സോ അത് 1 സ്പൂൺ ചേർത്തതിന് ശേഷം നന്നായി ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി ചിക്കൻ നല്ല പോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ആഡ് ചെയ്യുക. ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഇത്രയും ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ യൂസ് ചെയ്താൽ മതി, കൂടുതൽ യൂസ് ചെയ്യേണ്ട. സോ അത് ഫ്രൈ ചെയ്യാൻ വയ്ക്കുക. ആ ഒരു ടൈമിൽ നമ്മൾ ഗ്രേവിയിലൂടെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ എടുക്കുക. അത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, ഓയിലൊന്നും യൂസ് ചെയ്യാതെ. ആ ഒരു ടൈമിൽ നമ്മളുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ടൊമാറ്റോ. ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ ഞാൻ അഗെയിൻ ഒരു ബട്ടറിൻ്റെ പീസ് ചേർക്കുകയാണ്. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഗാർലിക്കും ചില്ലി ഫ്ലേക്സും ടൊമാറ്റോയും എല്ലാം ആഡ് ചെയ്യുക. അതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക. എന്നിട്ട് ഇത് കരിഞ്ഞു പോകാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഗാർലിക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ആ ഗാർലിക് ഒന്ന് ഫ്രൈ ആവുന്നതാണ് നല്ലത്. ഇതൊരു ഗാർലിക് ചിക്കൻ ആണെന്ന് വേണമെങ്കിൽ പറയാം, ബട്ട് എൻ്റെ സ്റ്റൈൽ ഉണ്ടാക്കിയൊരു ഗാർലിക് ചിക്കനാണ്. ഇതിൽ ഓപ്ഷണൽ ആയിട്ടുള്ള വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്യുക. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്രഷ് ക്രീമാണ്. ഞാൻ അമൂലിൻ്റെയാണ് സ്ഥിരം യൂസ് ചെയ്യാറുള്ളത്. സോ ഈ ഒരു ബോട്ടിൽ ഫുൾ ഇതിലേക്ക് ചേർക്കുക. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച ആ ഒരു വെള്ളം ഗ്രേവിയുടെ എമൗണ്ടിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ഒറിഗാനോയാണ്. ഞാനിവിടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഒറിഗാനോ ചേർത്തിട്ടുണ്ട്. സോ എന്നിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുക. ഇതേ ഒരു ചിക്കൻ സ്റ്റൂ പോലെയൊക്കെ ആയിട്ടുണ്ടല്ലേ. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നെപ്പോലെ കുക്കിംഗ് അറിയാം, ഇഷ്ടമാണ് എങ്കിലും ചെയ്യാൻ മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. സോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. താങ്ക് യു. ടാറ്റ, ബൈ ബൈ, സീ യു.